നിറച്ച് കുറേശ്ശെ ഒഴുക്കി വിട്ട് ഡാമിൻ്റെ മർദ്ദം കുറയ്ക്കുന്നതിന് പകരം എല്ലാം ഡാമിലും വെള്ളം നിറച്ച് വെച്ചിട്ട് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പാതിരാത്രിയിൽ മൊത്തത്തിൽ തുറന്നു വിട്ടതാണ്. 2018 പ്രളയം എന്ന് പറയാൻ പറ്റില്ല. 2018 ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഡിസാസ്റ്റർ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. നാളെ ഈ മുല്ലപ്പെരിയാർ ഡാം തകരാൻ പോകുന്നു. മനുഷ്യ മതിൽ കെട്ടണം. ആഹ്വാനം ചെയ്യുന്ന ആരാണ്? പാർട്ടി. ഉടനെ എല്ലാം കൂടി വന്ന് മനുഷ്യ മതിലിൽ അണിനിരക്കണം. കേരളത്തിലെ ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെയൊക്കെ അനാസ്ഥ കൊണ്ട് ഒരാളുടെ പ്രോപ്പർട്ടി പോലും എന്ത് ഹാർഡ് ഏൺഡ് പ്രോപ്പർട്ടിയാണ്. നമ്മളിവിടെ ജീവിക്കാൻ കിടന്ന് കഷ്ടപ്പെടില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ അച്ഛനും അമ്മമാരും സമ്പാദിച്ചതും അങ്ങനെ തന്നെയാണ്. ആ പ്രോപ്പർട്ടി ഒന്നും നഷ്ടപ്പെടാതിരിക്കണം. ഇവിടുത്തെ യുവജനങ്ങൾ ഈ നാടിനെ പ്രായിക്കൊണ്ടാണ് പോണത്. നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോടെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ടാണ് പോകണം. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവിടെ വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അന്നത്തെ CPIയുടെ സാമ്പത്തിക സ്രോതസ് ഏതെങ്കിലും ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിച്ചാൽ കാര്യം വെളിച്ചത്തു. കല്യാണസുന്ദരം എന്ന് പറയുന്ന ഒരു MP എങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് CPIക്ക് ഉണ്ടായി എന്ന് അന്വേഷിച്ചാലും കാര്യം മനസ്സിലാവും. ജനങ്ങൾ 10 രൂപയ്ക്ക് ഒരു താറാമുട്ടയും ചാരായം കുടിച്ച് വീട്ടിൽ പോയതാണ്. ഇപ്പോൾ ജനങ്ങൾ 1000 രൂപയ്ക്ക് ചാരായം കുടിച്ചിട്ട് കളർ ചേർത്ത ചാരായം കുടിച്ചിട്ട് ഒന്നുമില്ലാണ്ട് വീട്ടിൽ പോകണം. അല്ല, ഈ നാട്ടിൽ ഇങ്ങനെ ജീവിച്ചിരിക്കണ ഭേദം മരണമല്ലേ? എന്തിനെങ്ങനെ നാണം കെട്ടി നാട്ടിൽ ജീവിച്ചിരിക്കണേ? എല്ലാ തരത്തിലുള്ള അനീതിയും അധർമ്മവും പെരുകിയിട്ട് നമ്മുടെ മക്കളുടെ ജീവിത സുരക്ഷയില്ല, അവരുടെ ജോലി സുരക്ഷയില്ല, അവർക്ക് വരുമാനമില്ല, നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നതിലും നല്ലത് മരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവരുടെ മരണമല്ല. പിന്നെ വേറെ ഒരു MLA ഉണ്ടായിരുന്നു, PJ ജോസഫ്. ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ 11 മണി 11:30 ആയപ്പോൾ കിടന്ന സമയത്ത് വിളിച്ച്, നീ ഉടനെ MLA ഹോസ്റ്റലിലേക്ക് വരണം. അച്യുതമേനോനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രാജ്യദ്രോഹിയായിട്ട് പറയേണ്ടി വരും. നമസ്കാരം കേരള. തുടരെയുള്ള പ്രകൃതിക്ഷോഭങ്ങളാൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരള ജനത. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടാക്കിയ ഭീതിയും സങ്കടമൊന്നും അത്ര പെട്ടെന്നൊന്നും മലയാളിയെ വിട്ടുമാറില്ല. വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ഷോക്കിൽ നിന്നും മാറാത്ത മലയാളിയുടെ മറ്റൊരു പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. അതേക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്, പ്രസിഡന്റ് ഓഫ് സേവ് കേരള ബ്രിഗേഡ്. സർ, സ്വാഗതം. മുല്ലപ്പെരിയാറിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരള സർക്കാരും മാറി വരുന്ന സർക്കാരുകളും അതുമായി ബന്ധപ്പെട്ടവരും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ തന്നെ ഭയം വേണ്ട, ജാഗ്രത മതി. അത് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്ന വിഷയം. എല്ലാ കാര്യത്തിലും അവർ കാണിക്കുന്ന അലംഭാവമാണ് ഇതിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ. പിന്നെ അവർ ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്, ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കുമ്പോൾ താങ്കൾ വന്നിട്ട് മുല്ലപ്പെരിയാർ ജലബോംബാണ്, ഇപ്പോൾ പൊട്ടുമെന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു പരിഭ്രാന്തി പരത്തുമല്ലേ ചെയ്യുന്നത് ജനങ്ങൾക്കിടയിലേക്ക്? ജാഗ്രത എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കണം, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന ഈ അപകടം ഒഴിവായി പോകും? ഒരിക്കലും ഇല്ല. അപ്പോൾ ജാഗ്രത എന്ന് ഗവൺമെൻറ് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എങ്ങനെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതല്ലേ? ജാഗ്രത പാലിക്കേണ്ടത് ജനങ്ങളല്ല, സർക്കാർ മെഷീനറിയാണ്. വില്ലേജ് ഓഫീസ് തൊട്ട് ഡിസ്ട്രിക്ട് കളക്ടർ വരെയുള്ള, ഡിസ്ട്രിക്ട് കളക്ടർ തൊട്ട് മുഖ്യമന്ത്രി വരെയുള്ളവർ ജാഗ്രത പാലിക്കണം. അവർ ജനസേവകരല്ലേ? അവർ ഊണും ഉറക്കമൊഴിച്ച് ജനങ്ങൾക്ക് കാവലാവണം. അവരാണ് ജാഗ്രത പാലിക്കേണ്ടത്. അതിന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. എന്ത് വിരോധാഭാസമാണിത്? അല്ലെങ്കിൽ പിന്നെ ജാഗ്രത ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് ഈ ജാഗ്രത? ഇവർ റെഡ് അലേർട്ട് എന്ന് പറയുന്നുണ്ട്. എന്താ റെഡ് അലേർട്ട്? വൈശാഖനറിയോ? റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസാസ്റ്റർ വരുമ്പോൾ ഏറ്റവും വേഗത്തിൽ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്ന് പറയുന്നതിൽ റെഡ് അലേർട്ട് ഏറ്റവും രൂക്ഷമായ കാര്യങ്ങൾ വരുമ്പോൾ പ്രഖ്യാപിക്കുന്ന ഒരു അലേർട്ടായിട്ട് എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ അറിയാവുന്നൊരു കാര്യം. ഇത്രയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച് കൊണ്ട് നടക്കുന്ന വൈശാഖ് ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അതിനെപ്പറ്റി ഒന്നും അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നായിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും ധാരണ. അത് തന്നെ ആയിരിക്കും. ഇപ്പം നമ്മുടെ 90% മലയാളികളുടെയും ധാരണ മഴ പെയ്യുന്നു, പ്രളയം വരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, സുരക്ഷിതമായിട്ട് ഇരിക്കണം, അത്ര മാത്രമായിരിക്കും. റെഡ് അലർട്ട് എന്ന് വെച്ചാൽ സർക്കാർ മെഷീനറികൾ ഉണർന്ന് പ്രവർത്തിക്കണം.
നമ്മുടെ നികുതി പണം ശമ്പളമായി വാങ്ങുന്ന വില്ലേജ് ഓഫീസർ മുതൽ ഡിസ്ട്രിക്ട് കളക്ടർ വരെയുള്ള ആളുകൾ, ഡിസ്ട്രിക്ട് കളക്ടർ തൊട്ട് മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾ ജാഗരൂകരായിരിക്കണം. ഇപ്പോൾ ഒരു ഏരിയയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ പോലീസ് അനൗൺസ് ചെയ്യണം ഈ മേഖലയിൽ റെഡ് അലർട്ടാണെന്ന്. പോലീസും സംവിധാനങ്ങളും റവന്യൂ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും വീടാന്തരം കയറി ഇറങ്ങി ആരെങ്കിലും വയ്യാതെ കിടക്കുന്നുണ്ടോ, ആരെങ്കിലും ആൾക്കാരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ടോ, ഇത് അന്വേഷിക്കണം. പോലീസ് ജീപ്പ് അനൗൺസ് ചെയ്യണം ആ ഏരിയ മുഴുവനും റെഡ് അലർട്ടാണ്, ജനങ്ങൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്. ഇനിയിപ്പോൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാമല്ലോ ജനങ്ങൾക്ക്. വരുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാം. ആ പ്രിക്കോഷൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് ജനങ്ങളെ അറിയിക്കണം. ഇതാണ് റെഡ് അലർട്ട്. അല്ലാതെ റെഡ് അലർട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞ് എങ്ങനെ ജാഗ്രത പാലിക്കണമെന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു വക കടത്ത് കഴിക്കലാണ്. അല്ലാണ്ട് ഒരു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത്. വികസിത രാജ്യങ്ങളിൽ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് ഇവർ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴെങ്കിലും മനസ്സിലാക്കി വരുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ പ്രളയം വന്ന സമയത്തും ഭയം വേണ്ട, ജാഗ്രത മതി എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എല്ലാം വെള്ളത്തിനടിയിലാണ്. ശരിക്കും അത്രയ്ക്കും പരാജയമാണോ ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? തീർച്ചയായിട്ടും അതെ. പ്രളയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായി പ്രളയം, ഇവിടെ 84 ഡാംസ് ഉണ്ട്. എന്തിനാണ്? ഡാമിൻ്റെ ഒരു ഉദ്ദേശം തന്നെ പ്രളയത്തെ നിയന്ത്രിക്കലാണ്. വർദ്ധിതമായ മഴയെ ഡാമുകളിൽ സംഭരിച്ച് വെച്ച് ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ കുറേശ്ശെ വിടുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനമാണ് ഡാമിൻ്റെ പല ഉദ്ദേശങ്ങളിൽ ഒന്ന്. ഇവരെന്താ ചെയ്തത്? നിറച്ച് കുറേശ്ശെ ഒഴുക്കി വിട്ട് ഡാമിൻ്റെ മർദ്ദം കുറയ്ക്കുന്നതിന് പകരം എല്ലാം ഡാമിലും വെള്ളം നിറച്ച് വെച്ചിട്ട് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പാതിരാത്രിയിൽ മൊത്തത്തിൽ തുറന്നു വിട്ടതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ ഡിസാസ്റ്റർ അല്ല. ഇറ്റ്സ് എ മാൻമെയ്ഡ് ഡിസാസ്റ്റർ. ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയ ഡിസാസ്റ്ററാണ്. 2018 പ്രളയം എന്ന് പറയാൻ പറ്റില്ല. 2018 ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഡിസാസ്റ്റർ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പേർക്കെതിരെ കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ. 2018 പ്രളയം ഉണ്ടായതിന് കോമ്പൻസേഷൻ കിട്ടണമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 2 കാറും വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക് ടെലിവിഷൻ അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. അതിന് 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. ആ നഷ്ടത്തിന് ഗവൺമെൻറ് കോമ്പൻസേറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ 2 കേസ് കൊടുത്തു. വേറെ ഒരു റെസിഡൻസ് അസോസിയേഷനെയും കൂടി കേസ് കൊടുത്തു. അതോടുകൂടി 40 കേസ് വന്നു. ഞാൻ നടനം കൊടുത്തപ്പോൾ 40 കേസ് വന്നു. അപ്പം ഇപ്പോൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഈ കേസുകൾ ഇപ്പോൾ ഒന്നും വാദത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പം കുറച്ച് നാളായിട്ട് ആ കേസ് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ കേസുണ്ട്. അതെന്തുകൊണ്ടാണ്? ഗവൺമെൻറ് ചെയ്തു വെച്ചാൽ ഗവൺമെൻറ് ഈ ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചു. ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുക. അതിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഇതാണ്. ഇതൊരു മാൻമെയ്ഡ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു ഡിസാസ്റ്റർ ആണെന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ആ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് എന്നെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും വൈദ്യുതി മന്ത്രിയായിരുന്ന ശ്രീ M.M. മണിയും തൽസ്ഥാനത്ത് തുടരാനായിട്ട് യാതൊരു യോഗ്യതയുമില്ല. അവർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. അവരെ തൽസ്ഥാനത്തേക്ക് ഹൈക്കോടതിയുടെ കോവാറൻ്റോ റിട്ട് അധികാരം ഉപയോഗിച്ച് നീക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ കോവാറൻ്റോ റിട്ട് ഹർജി കൊടുത്തായിരുന്നു. അതിൽ ഞാൻ പ്രധാനമായിട്ടും ബേസ് ചെയ്തത് ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടാണ്. അമിക്കസ് ക്യൂറി പറഞ്ഞത് ഇത് ഗവൺമെൻറ് പർപ്പസ്ഫുള്ളി ചെയ്ത ഒരു ഗവൺമെൻറ് ചെയ്ത ഒരു നിരുത്തരവാദപരമായ പ്രവൃത്തി മൂലമുണ്ടായ ഡിസാസ്റ്ററാണ്, നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല എന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുത്തതാണ്. അന്ന് ചീഫ് ജസ്റ്റിസ് ആ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. കാരണം പറഞ്ഞത് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതി അതുവരെയും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്നെങ്കിലും ഹൈക്കോടതിക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അന്ന് ഈ പെറ്റീഷൻ തള്ളാൻ ഹൈക്കോടതി പറഞ്ഞ ഒരു ന്യായം അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല നാളിതുവരെ എന്നുള്ളത് പറഞ്ഞാണ് തള്ളിക്കളഞ്ഞത്.
അപ്പം 2018 ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല, മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നില്ലേ? കാരണം 4ാം ക്ലാസ്സും കുസ്തിയുള്ള ആളുകളാണ് യാതൊന്നും അറിയാതെ ഇത്തരം മേഖലകളിലൊക്കെ വന്നിട്ട് കുറച്ച് നാൾ ജനങ്ങളെ സേവിച്ചു എന്നുള്ള പേരിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ അത് അല്ലെങ്കിൽ എന്തായാലും അതാത് സ്ഥാനത്തിരിക്കുമ്പം അതേപ്പറ്റി അറിയാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവുകൊണ്ട് തന്നെയല്ലേ ശരിക്കും? അതാ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഒരു വസ്തുത ഉണ്ടാവുമ്പോൾ ആ വസ്തുത പഠിക്കാൻ തയ്യാറാവാത്തതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ സ്റ്റാഫുണ്ട്, അവരിൽ IASകാരുണ്ട്, നന്നായി പഠിച്ച ആൾക്കാരുണ്ട്. അവരെ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ പ്രശ്നമില്ല. ഇത് വൈശാഖ് പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുന്നതെല്ലാം ശരി, എനിക്ക് ആരുടെ ഉപദേശവും വേണ്ട, ഒന്നും വേണ്ട, എന്നെ ആരോട്ട് പഠിപ്പിക്കാൻ വരട്ടെ, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചാൽ പോയി. ഇന്ന് നിർഭാഗ്യവശാൽ പല മന്ത്രിമാരും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരാളൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കാൻ ചെന്നാൽ അത് കേൾക്കാൻ പോലും തയ്യാറാവാത്ത അവസ്ഥ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ട്. ഈഗോ. ഇപ്പം നമ്മൾ മുല്ലപ്പെരിയാറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ മാത്രം വെറും 2 ദിവസം വാർത്തയാവുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര് മാത്രമാണ് നമ്മളുടെ ഇടയിൽ മുല്ലപ്പെരിയാർ, അതും സോഷ്യൽ മീഡിയയ്ക്കകത്ത് മാത്രം. ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിനെ പറ്റി ഒരു ധാരണയില്ല, ഒരു അവബോധവും ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ അവർ വലിയ രീതിയിൽ കബളിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം നമ്മൾ തമിഴ്നാട്ടുകാരെ കളിയാക്കും, അവർ ഈ സിനിമാ നടന്മാരെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ നമ്മളവർ ഒരുപാട് മലയാളികൾ കളിയാക്കാറുണ്ട്. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത ഉള്ളവരാണെന്ന് പറയുന്ന നമ്മൾ, പക്ഷേ ആ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. ആടുമാഞ്ചിയം, വെള്ളിമൂങ്ങ, മോൺസൺ മാവങ്കൽ എന്നൊക്കെ പറഞ്ഞ് പല കേസുകളിലും നമ്മൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ തമിഴ്നാട്ടിൽ താരങ്ങളെ പറ്റി കുറ്റം പറയുമ്പം തിരിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ, വലിയൊരു വിഭാഗം ആൾക്കാർ ഓരോ പാർട്ടികൾക്കും അടിമകളാണ്. ആ പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് കേൾക്കില്ല. ശരിക്കും അതുതന്നെയല്ലേ നമ്മുടെ കേരളത്തിലെ പ്രധാന പ്രശ്നം? കാരണം ഈ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനും എല്ലാം കാരണം പാർട്ടി എന്ന് പറഞ്ഞൊരു അടിമത്വം തന്നെയല്ലേ? യു സെഡ് ഇറ്റ്. വൈശാഖ് പറഞ്ഞത് ശരിയാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ അമേരിക്കയിലെ ജനങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നത്, തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നത്. അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സ് വന്നിട്ട് അടുത്ത 5 വർഷത്തേക്ക് അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. അതിൽ ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്ന മാനിഫെസ്റ്റോ, ഒരു പോളിസി പറയുന്ന ആളെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്ക് അവിടെ രാഷ്ട്രീയമില്ല. അതുകൊണ്ടാണ് നല്ല ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റണത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ, അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ. ജല്ലിക്കെട്ട് വിഷയം ബെസ്റ്റ് എക്സാമ്പിളാണ്. ജല്ലിക്കെട്ട് വിഷയത്തിൽ അവരൊരു നേതാവിനെ വിളിച്ചു വരുത്തിയില്ല. അത് തമിഴ്നാടിൻ്റെ വികാരമാണ്, തമിഴ്നാടിൻ്റെ ആവശ്യമാണ്, അവരുടെ ട്രഡീഷനാണ്, അവരുടെ സംസ്കാരമാണ്. അതിനൊരു ചലഞ്ച് വന്നപ്പോൾ ജനങ്ങൾ ഒന്നിച്ചു നിന്ന്, രാഷ്ട്രീയക്കാർ പുറകെ വരുക കണ്ടത്. മെറീന ബീച്ചിൽ ജനങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോൾ രാഷ്ട്രീയക്കാർ പുറകെ വന്നു. അതാണ് കാരണം. ജനത്തിന് രാഷ്ട്രീയമില്ല. ഇപ്രാവശ്യം DMK ഭരിക്കണോ AIADMK ഭരിക്കണോ എന്ന് അവർ തീരുമാനിക്കും. അവർക്ക് രാഷ്ട്രീയമില്ല. അത് പോളിസി ബേസ്ഡാണ് പലപ്പോഴും. ആ തമിഴരെയാണ്, വലിയ ഉന്നതമായ പാണ്ഡിത്യം കാണിക്കുന്ന സാധാരണക്കാരായ തമിഴരെയാണ് നമ്മൾ ബോധമില്ല, അണ്ണാച്ചി കിണ്ണാച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹസിക്കുന്നത്. ഇവിടെ എന്താ സംഭവം? നാളെ ഈ മുല്ലപ്പെരിയാർ ഡാം തകരാൻ പോകുന്നു. മനുഷ്യം അതിൽ കെട്ടണം. ആഹ്വാനം ചെയ്യുന്ന ആരാ? പാർട്ടി. ഉടനെ എല്ലാം കൂടി വന്ന് മനുഷ്യമതിൽ അണിനിരക്കും. ഒരു പ്രാവശ്യം മനുഷ്യമതിൽ കെട്ടിയപ്പോൾ ഇന്നത്തെ ഭരണകക്ഷിയിലുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ മനുഷ്യമതിലിൻ്റെ ഭാഗമായിരുന്നു. അന്ന് എല്ലാവർക്കും മുല്ലപ്പെരിയാർ തകരുമായിരുന്നു, പ്രതിരോധിക്കണം എന്ന് തോന്നി. ഇപ്പം എന്താ തോന്നാത്തത്? മുല്ലപ്പെരിയാറിന് അതിനുശേഷം ശക്തി കൂടിയോ? ഈ മുല്ലപ്പെരിയാറിൻ്റെ കേസിൽ തന്നെ എത്ര പേര് കീശ വീർപ്പിച്ചിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെനിക്കറിയാം. അത് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അവരെ മര്യാദ പഠിപ്പിക്കലൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം വളരെ വളരെ ലിമിറ്റഡാണ്. ജനങ്ങൾക്ക് ജീവൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ തീരാണ് എൻ്റെ മിഷൻ. അവിടെ തീരാണ്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക, അവരുടെ വസ്തുവകകൾ സംരക്ഷിക്കുക, അവിടെ തീരാണ് എൻ്റെ മിഷൻ. രാഷ്ട്രീയക്കാരെ മര്യാദ പഠിപ്പിക്കലോ അവരെ നേർവഴിക്ക് നയിക്കലോ
രാഷ്ട്രീയക്കാരെ മര്യാദ പഠിപ്പിക്കലോ, ഇതൊന്നും അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ മിഷനല്ല. ഞാൻ ജനങ്ങൾ മരിച്ചു പോകുമല്ലോ, ജനങ്ങളുടെ പ്രോപ്പർട്ടി നശിക്കുമല്ലോ. സുപ്രീം കോടതി തന്നെ പറഞ്ഞു കേരളത്തിൽ, എൻ്റെ കേസിലാണ് പറഞ്ഞത്, 3 സർക്കാരുകളോടാണ് പറഞ്ഞത്, കേരളവും തമിഴ്നാടും കേന്ദ്ര സർക്കാരിനോടും. കേരളത്തിലെ ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് കേരളത്തിലെ ഒരാളുടെ പോലും പ്രോപ്പർട്ടി വസ്തുവകകൾ നഷ്ടപ്പെടാൻ പാടില്ല, നിങ്ങളുടെ അനാസ്ഥ കൊണ്ട്. അത് സുപ്രീം കോടതി 2018 എൻ്റെ കേസിൽ അടിവരയിട്ട് പറഞ്ഞ ഉത്തരവാണ്. മനസ്സിലായോ? അതാണ് എൻ്റെ മിഷൻ. കേരളത്തിലെ ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെയൊക്കെ അനാസ്ഥ കൊണ്ട് ഒരാളുടെ പ്രോപ്പർട്ടി പോലും, എന്ത് ഹാർഡ് ഏൺഡ് പ്രോപ്പർട്ടിയാണ്. നമ്മളിവിടെ ജീവിക്കാൻ കിടന്ന് കഷ്ടപ്പെടില്ല, നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ അച്ഛനും അമ്മമാരും സമ്പാദിച്ചതും അങ്ങനെ തന്നെയാണ്. ആ പ്രോപ്പർട്ടി ഒന്നും നഷ്ടപ്പെടാതിരിക്കണം, അവരുടെ ജീവൻ കിട്ടണം. നമ്മുടെ കുഞ്ഞുമക്കൾ അമ്മമാരുടെ മുമ്പിൽ കിടന്ന് അവരോടൊപ്പം പിടയരുത്. ആ കാഴ്ചയാണ് കാണുന്നത്. ആ കാഴ്ചയല്ലേ നമ്മൾ മുണ്ടക്കയിൽ കണ്ടത്, ആ കാഴ്ചയല്ലേ നമ്മൾ ചൂരൽമലയിൽ കണ്ടത്, ആ കാഴ്ചയല്ലേ പുത്തുമലയിൽ നമ്മൾ കണ്ടത്, ആ കാഴ്ചയല്ലേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഹൈറേഞ്ചിലടക്കം എല്ലാ വർഷവും നമ്മൾ കാണുന്നത്. ആ കാഴ്ച ഉണ്ടാവരുത്. ശരി, നമ്മൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും പോകണ്ട. ലിബിയയിലെ ഡാം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു 50 വർഷം പഴക്കമുള്ള ഡാം പൊട്ടിയത് നമ്മളെ കൺമുന്നിലുണ്ട്. മധ്യപ്രദേശിലെ ടിഗ്ര എന്ന് പറഞ്ഞ അണക്കെട്ട് പൊട്ടിയതെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. എന്നിട്ട് പോലും സർക്കാർ ഇത്തരത്തിലുള്ള മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ ഖജനാവ് പോക്കറ്റ് വീർപ്പിച്ചുകൊണ്ട് നടന്നിട്ട് മനുഷ്യൻ്റെ ജീവൻ ഒരു വിലയും നൽകാത്ത രീതിയിൽ ഇങ്ങനെ അനാസ്ഥ കാണിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? യഥാ പ്രജ തഥാ രാജ എന്ന് കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണോ ഒരു രാജ്യത്തെ ജനങ്ങൾ, അങ്ങനെ തന്നെയായിരിക്കും അവിടുത്തെ ഭരണാധികാരികൾ. ഇതിൻ്റെ റൂട്ട് കിടക്കുന്ന ഈ ജനങ്ങളിൽ തന്നെയാണ്. സ്വന്തമായ ചിന്താശേഷിയില്ല, കാര്യങ്ങൾ വിവേചിച്ചറിയാൻ കഴിയുന്നില്ല, വിദ്യാഭ്യാസ നിലവാരം വളരെ താഴോട്ട് പോയി, പ്രോപ്പർ വിദ്യാഭ്യാസമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ, മാതൃഭാഷ പോലും മര്യാദക്ക് തെറ്റ് കൂടാതെ എഴുതാൻ കഴിയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൾക്കാർ പോലും ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസ നിലവാരം ശോഷിച്ചു. ഇപ്പം തന്നെ പല പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയണ പോലെ പഠിക്കാത്തവൻ റാങ്ക് കിട്ടുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത്. തീർച്ചയായും PSC എഴുതി നിൽക്കുന്നവൻ അവിടെ പുറത്ത് നിൽക്കുമ്പോൾ പിൻവാതിലിൽ കൂടെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു, പാർട്ടിക്കാരും. ഇവിടുത്തെ യുവജനങ്ങൾ ഈ നാടിനെ പ്രായിക്കൊണ്ടാണ് പോണത്. നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോടെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ടാണ് പോണേ. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവിടെ വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പത്തനംതിട്ടയിൽ കുമ്മനാടൊക്കെ നമ്മൾ കണ്ടില്ലേ, വൃദ്ധന്മാരായ വലിയ രമ്യഹർമ്മ്യങ്ങളിൽ ഏകരായിട്ട് വൃദ്ധന്മാർ മാത്രം ജീവിക്കുന്നു. മക്കൾ മുഴുവനും അമേരിക്കയിലും യൂറോപ്പിലാണ്. ആ അവസ്ഥയിലേക്ക് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നാട് വിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ നാട്ടിൽ വേണ്ടാന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ്? മാതൃകയും ദുർഭരണവുമാണ്. ആര് ഭരിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു വ്യത്യാസവും. ഡോക്ടറോ എഞ്ചിനീയറോ ആരോ ആയിക്കൊള്ളട്ടെ, എല്ലാവരും ജോലിയില്ലാതെ തേരാപ്പാര നടക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിനുള്ളത്. ശരിക്കും ഞാനാണ് സാറോട് ചോദിക്കാനിരിക്കുന്നൊരു ചോദ്യമായിരുന്നു. കാരണം ഒരു ചെറിയൊരു കടലാസ് കഷ്ണത്തിൻ്റെ ബലത്തിൽ തമിഴൻ്റെ വക്കീൽ വന്നിട്ട് അവർക്ക് അനുകൂലമായി വിധി നേടുമ്പോൾ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് അനുകൂലമായിട്ട് വിധി നേടുമ്പം കോടികൾ നമ്മുടെ ഖജനാവിൽ നിന്ന്, നമ്മുടെ ടാക്സ് ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ്റെ കാശ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന വക്കീൽ ശരിക്കും അവിടെ കിടന്നുറങ്ങുകയാണോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ്. ഇത് സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കേസിൽ പറയാറുണ്ട്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇതൊക്കെ വായിച്ചു വരുമ്പോൾ ധാർമ്മിക രോഷം കൊണ്ട് നമ്മൾ തിളയ്ക്കും. എന്തൊരു അനീതിയാണെന്ന് തോന്നുന്നു, ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറായത്. ഇങ്ങനെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ 1941 അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ് കേരളത്തിന് അനുകൂലമായ ഈ മുല്ലപ്പെരിയാർ ഡാം കരാർ റദ്ദാക്കിയൊരു ഉത്തരവ് വാങ്ങിച്ചത്. അതൊരു തമിഴൻ, അതൊരു തമിഴൻ, തഞ്ചാവൂരുകാരൻ, കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിന് ഏറ്റവും വലിയൊരു പുണ്യം ചെയ്തത്. എന്നിട്ട് നമ്മൾ ചെയ്ത എന്താണ്? അദ്ദേഹത്തിൻ്റെ മൂക്ക് ചെത്തി ഇവിടുന്ന് ഓടിച്ചു. നമ്മളെ വിപ്ലവാരികളല്ലേ. ഈ നാടിന് തമിഴനായിട്ട് കൂടിയും ഈ കരാറ് അദ്ദേഹം ദിവാനായിരിക്കുന്ന തിരുവിതാംകൂറിന് പ്രതികൂലമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ
പൊരുതി. ആലോചിച്ച് നോക്കണം, വൈസ്രോയിയൊക്കെ കണ്ട് അതിനെതിരെ പൊരുതി, അതിൽ തന്നെയുള്ള ആർബിട്രേഷൻ കരാറിൽ തന്നെയുള്ള ഒരു ആർബിട്രേഷൻ ക്ലോസ് ഇൻവോക്ക് ചെയ്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ വിധി സമ്പാദിച്ച ആളാണ് സർ CP രാമസ്വാമി അയ്യർ. അത് സുപ്രീം കോടതിയിൽ ഇവർ പറഞ്ഞില്ല, കേരള ഗവൺമെൻറ് പറഞ്ഞില്ല. 1947 മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു എന്ന് കേരളം ഭരിച്ചിരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. ഈ തിരുവിതാംകൂർ ചെയ്തത് വലിയ പാതകമാണ്, ബ്രിട്ടീഷുകാർക്ക് ഈ കരാറിൽ ഒപ്പിട്ട് കൊടുത്തത്. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ രാജകുടുംബത്തിൻ്റെ അടുത്ത് ഈയിടെ പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഒരു വലിയ പാതകത്തിൻ്റെ ശാപം നിങ്ങളുടെ തലയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞത് ഹൃദയത്തിൻ്റെ രക്തം കൊണ്ടാണ് ഇത് എഴുതിയത് എന്നൊക്കെ പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു. പിന്നീട് അങ്ങനെയാണോ ഒരു ക്ഷത്രിയൻ ചെയ്യേണ്ടത്? അല്ല, പറ്റില്ല എന്ന് പറയണം. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാനാണ്? തിരുവിതാംകൂർ പറയാണ്, ഈ കരാറിൽ ഞങ്ങൾ ഒപ്പിടില്ല, ഈ കരാറ് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? അവിടെ റൂൾ ഓഫ് ലോ ഉണ്ട് ഇംഗ്ലണ്ടിൽ, മനസ്സിലായ? അവർ നിയമം അനുസരിച്ചാണ് എല്ലാവരും പോണത്. തിരുവിതാംകൂറിനെ എന്ത് ചെയ്യാണ്? നിർബന്ധിച്ച് കരാറിൽ ഒപ്പിടിപ്പിക്കുമോ? രാജ്ഞി അല്ലെങ്കിൽ രാജാവ്? ഒരിക്കലുമില്ല, പറ്റില്ല എന്നോ. തിരുവിതാംകൂർ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ എത്ര സുന്ദരമായേനെ നമ്മുടെ കേരളം. മുല്ലപ്പെരിയാർ നദി അവിടെ നിന്ന് ഒഴുകി, അത് പിന്നെ രാഷ്ട്രീയക്കാർ നശിപ്പിക്കട്ടെ, അത് വേറൊരു വിഷയം. രാജഭരണമാണേലും ജനാധിപത്യമാണേലും സാധാരണക്കാരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നുള്ള അവസ്ഥ. അതെ, അവർ ഒരു ഡാമാണ് പണിതുള്ളൂ, ഇവരാണ് 84 ഡാംസ് പണിതത്, മനസ്സിലായ? അതും ഈ 38,861 സ്ക്വയർ കിലോമീറ്ററുള്ള തേങ്ങാപ്പോൾ പോലുള്ള സ്ഥലത്ത് പ്രകൃതിയെ നശിപ്പിച്ച് സമസ്ത ജീവജാലങ്ങളെയും ദുഃഖത്തിലാക്കി, കണ്ണീരിലാക്കി, കുഴിച്ചുമൂടി. ഇപ്പം മുല്ലപ്പെരിയാർ ഡാം തന്നെ 64 സ്ക്വയർ കിലോമീറ്റർ, ഇടുക്കി 65. അത്രയും സ്ഥലത്തുള്ള കാണുന്നതും കാണാത്തതുമായ എല്ലാ ജീവിവർഗങ്ങളും വെള്ളത്തിലായില്ലേ? അങ്ങനെ 84 എണ്ണം, ഇപ്പോഴും 9 എണ്ണം പണിതുകൊണ്ടിരിക്കുന്നു. എന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ക്രൂരമായിട്ടാണ് ഈ നാടിൻ്റെ പ്രകൃതിയെ ഈ രാഷ്ട്രീയക്കാർ നശിപ്പിക്കുന്നത്. എന്തിനാണെന്നറിയോ? ഇത് 2000 കോടിയുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ 3000 കോടിയുടെ പ്രോജക്റ്റ് പകുതി പോക്കറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഇവർക്കയുടെയൊക്കെ വിധി എന്താണ്? ഈ പണത്തിൻ്റെ മേലെ കമിഴ്ന്ന് കിടന്ന് മരിക്കാനല്ലേ? അതെ, അല്ലാതെ ഇവരെന്ത് നേടുന്നു? ഇത്രയും പ്രകൃതി നശിപ്പിച്ച് നമുക്ക് ഇത്രയും വലിയ ആപത്ത് നമ്മുടെ തലയ്ക്ക് മേലെ ഉണ്ടാക്കി വെച്ച് ഇവരെന്ത് നേടുന്നു? എന്ത് നേടുന്നു? കുറേ ആളുകളുടെ ശാപം മാത്രം. വേറെ ഒന്നും നേടുന്നില്ല ഇവർ ശരിക്കും. നമ്മുടെ അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയോ? പ്രകൃതി ഇത് പുനഃസ്ഥാപിക്കും, മനസ്സിലായില്ലേ? പ്രകൃതിക്ക് എന്ത് താടനം നമ്മൾ ഏൽപ്പിച്ചുവോ പ്രകൃതി ഇത് പുനഃസ്ഥാപിക്കും. എങ്ങനെ? ഇതെല്ലാം തകർത്തെറിയും. മുല്ലപ്പെരിയാർ നദി എങ്ങനെയാണോ 1000 കൈവഴികളായിട്ട് കേരളത്തിൽ ഒഴുകിയത്, അത് പ്രകൃതി പുനഃസ്ഥാപിക്കും. ഇവർ ചെയ്ത എല്ലാ അതിക്രമങ്ങളെയും പ്രകൃതി നിഷ്കരണം തിരസ്കരിച്ചുകൊണ്ട് ഈ നാടിനെയല്ല, ഈ ജനങ്ങളെ ഇല്ലാതാക്കും. പഴയ കേരളം ഉണ്ടാക്കിയെടുക്കും, നമ്മളുണ്ടാവില്ല. അന്താരാഷ്ട്ര വിദഗ്ധർ വിധി എഴുതിയ ഏഷ്യൻ ഡാംസ് അതോറിറ്റിയൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലും റിപ്പോർട്ട് ചെയ്തിട്ട് അതുപോലും ചെവിക്കൊള്ളാതെ ഈ 4ാം ക്ലാസ്സും കുസ്തിയുള്ള രാഷ്ട്രീയക്കാരൻ്റെ ശർക്കര കഥയും കേട്ടിട്ട് വിശ്വസിച്ചിരിക്കുന്നവരാണ് നമ്മളുടെ ജനങ്ങളിൽ മിക്കവരും എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതാ എളുപ്പം മനസ്സിലായി. അത്ര ലേസിയായി, അത്ര ഈസി മൈൻഡഡായി. ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നതാണോ നല്ലത്? പൊട്ടില്ല എന്ന് വിചാരിച്ച് സിനിമയ്ക്ക് പോകുന്നതാണോ നല്ലത്? അവരുടെ ഒരു മിനിറ്റിലെ സന്തോഷം. ഇതാണ് ജനത്തിന്റെ ആറ്റിറ്റ്യൂഡ്. അതെ, ഇതൊരു ആപത്ത് മുമ്പിലുണ്ട്, അതിനെ പ്രതിരോധിക്കണം, അത് തടയണം എന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ പണ്ടത്തെ കാലത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് ഇവർ നശിപ്പിച്ചു. കാരണം ഇവർക്ക് ഇവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന കുരങ്ങന്മാരെ മതി. ചാടിക്കളിക്കട കുട്ടിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ആൾക്കാർ മതി. അങ്ങനെ ബ്രെയിനാക്കി എടുത്ത് ശരിക്കും ഒരർത്ഥത്തിൽ സ്വാർത്ഥരായി മാറി, അവർ പോലും അറിയാതെ. രാഷ്ട്രീയം തലയിൽ ഇഞ്ചക്ട് ചെയ്ത് കയറ്റി. അങ്ങനെ കയറാത്ത ആൾക്കാർക്ക് മതം ഇഞ്ചക്ട് ചെയ്ത് കയറ്റി. തീർച്ചയായും
അപ്പോൾ ഇവർ എന്ത് വിഷയം വന്നാലും രാഷ്ട്രീയമാകുന്ന കണ്ണട വെച്ചാൽ നോക്കുന്നത്, അല്ലെങ്കിൽ മതമാകുന്ന കണ്ണട വെച്ചാൽ നോക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് അവിടെ വരും, റിയാലിറ്റി വരത്തില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പിറവിക്ക് ശേഷം സഖാവ് EMSൻ്റെ മന്ത്രിസഭയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് വന്ന എല്ലാവരും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പങ്കാളികളാകുക എന്ന് വെച്ചാൽ തമിഴരുടെ കൂടെ പങ്കാളികളാവുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഇത്രയും ബ്ലണ്ടറായിട്ടുള്ള ഒരു പാട്ടക്കരാർ ഒപ്പിടാൻ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോൻ എങ്ങനെ കഴിഞ്ഞു എന്ന് പുതുക്കാൻ അതായത് മുല്ലപ്പെരിയാർ കരാറ് സപ്ലിമെൻ്ററി കരാറുണ്ടാക്കി പുതുക്കുക ചെയ്തത്. അതിൽ സി അച്യുതമേനോൻ്റെ പാർട്ടി ഉണ്ടല്ലോ CPI, അന്നത്തെ CPIയുടെ സാമ്പത്തിക സ്രോതസ് ഏതെങ്കിലും ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിച്ചാൽ കാര്യം വെളിച്ചത്ത് വരും. കല്യാണസുന്ദരം എന്ന് പറയുന്ന ഒരു MP എങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് CPIക്ക് ഉണ്ടായി എന്ന് അന്വേഷിച്ചാലും കാര്യം മനസ്സിലാവും. അപ്പം അന്ന് അച്യുതമേനോനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രാജ്യദ്രോഹിയായിട്ട് പറയേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടി ജനങ്ങൾക്കും ഇത്തരം ഒരു അപമാനം താങ്ങേണ്ടി വന്നത് ആ വ്യക്തി കാരണമാണ്. അപ്പം അന്ന് ഈ സർ CP രാമസ്വാമി അയ്യർ വിധി എങ്ങനെ സമ്പാദിച്ചത്? ഇവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടാ. കരാർ ലംഘിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ നോക്കി എന്നുള്ളത് ജഡ്ജിന് മനസ്സിലായപ്പോഴാണ് കരാർ റദ്ദാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സർ CP രാമസ്വാമി അയ്യർ പറഞ്ഞത് കരാർ ലംഘനം ബ്രിട്ടീഷ് ഇന്ത്യ, അന്ന് ബ്രിട്ടീഷുകാരെ ഭരിക്കുന്നതെന്ന് ഓർക്കണം, ബ്രിട്ടീഷ് ഇന്ത്യ കരാർ ലംഘനം നടത്തി, അവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ നോക്കി. അത് അമ്പയർക്ക് മനസ്സിലായപ്പോഴാണ് അമ്പയർ തിരുവിതാംകൂറിന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചത്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പോയതാണേ. എന്നിട്ട് 1970 അന്ന് സർ CP അനുവദിക്കാതിരുന്ന കാര്യം, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കാതിരുന്ന കാര്യം അനുവദിച്ചു കൊടുത്ത് സി അച്യുതമേനോൻ സപ്ലിമെൻ്ററി കരാറുണ്ടാക്കിയിട്ട്. എന്നിട്ട് അതിന് പ്രതിഫലമായിട്ട് ഇപ്പം എൻ്റെ വീട് താങ്കൾക്ക് വാടകയ്ക്ക് തരുന്നു, അതിന് താങ്കൾ എനിക്ക് വാടക തരും. അപ്പോൾ വാടകയുടെ സ്വഭാവം എന്തായിരിക്കും? ആ വീടിന് അനുയോജ്യമായ വാടക അല്ലേ, എങ്കിലാണ് ആ കരാർ സാധ്യമാവുള്ളൂ. എൻ്റെ 2 നിലയുള്ള വീട് 5 രൂപയ്ക്ക് നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നു എന്ന് പറഞ്ഞാൽ ആഡക്വേറ്റ് കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആ കരാറ് തന്നെ റദ്ദായി പോകും, പ്രോപ്പർ കൺസിഡറേഷൻ ഇല്ലയെന്നോ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് തമിഴ്നാടിനെ അനുവദിച്ചു. അവരവിടെ നിന്ന് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തിരിച്ച് കേരളത്തിന് കിട്ടിയത് എന്താണ്? മീൻ പിടിക്കാനുള്ള അവകാശം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പൊട്ടിക്കരഞ്ഞുകൂടെ? അതാണ് കേരളത്തിൽ പതിലുള്ള ഏക അവകാശം എന്ന് പറയുന്നത്. മീൻ പിടിക്കാനുള്ള അവകാശം. ഈ നാട്ടിൽ എന്തിനാ ജനം ജീവിച്ചിരിക്കണേ? പ്രകൃതി അങ്ങനെ ചിന്തിച്ച കുറ്റം പറയാൻ പറ്റുമോ പ്രകൃതിയെ? ഇങ്ങനത്തെ ജനങ്ങൾ വേണ്ട. 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ അനുവദിച്ചിട്ട് മീൻ പിടിക്കാൻ അവകാശം സ്വീകരിച്ച ജനങ്ങൾ ഇവിടെ വേണ്ട എന്ന് പ്രകൃതി തീരുമാനിച്ച പ്രകൃതിയെ കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ശരി. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോകുന്ന കേന്ദ്രമന്ത്രിമാർ പോലും നമുക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും പോകുന്നു, ഈ വർഷവും പോകുന്ന ഒരാൾ ഇതുവരെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. 8 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ കേന്ദ്രത്തിൽ നമുക്ക്, ശ്രീ AK ആന്റണി അടക്കം. അതെ. എന്നിട്ട് എന്തോന്നാ ഉണ്ടാക്കിയത്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ AK ആന്റണി ആ സമയത്ത് പോയി കണ്ടു പറഞ്ഞതാ ഇത് ചെയ്യണമെന്ന്. ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ചാരായമൊക്കെ നിരോധിക്കാനാണ് ഇഷ്ടം. ജനങ്ങൾ 10 രൂപയ്ക്ക് ഒരു താറാവ് മുട്ടയും ചാരായം കുടിച്ച് വീട്ടിൽ പോയതാണ്. ഇപ്പം ജനങ്ങൾ 1000 രൂപയ്ക്ക് ചാരായം കുടിച്ചിട്ട്, കളർ ചേർത്ത ചാരായം കുടിച്ചിട്ട് ഒന്നുമില്ലാണ്ട് വീട്ടിൽ പോണത്. അന്ന് 100 രൂപ കിട്ടുന്ന തൊഴിലാളിക്ക് 10 രൂപ മുടക്കുള്ളൂ, 90 രൂപ അവൻ്റെ പോക്കറ്റിൽ ഇരിക്കും. ഇന്ന് 1000 രൂപ കിട്ടുന്ന തൊഴിലാളിക്ക് 1000 കൊടുത്തുകൊണ്ട് അവൻ വെറുതെ വീട്ടിൽ പോവാണ്. അതല്ലേ AK ആന്റണി രാജ്യത്തിന് കേരളത്തിന് ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് ഇപ്പോഴത്തെ സർക്കാർ ഒരു പടിയും കൂടി കടന്നിട്ട് 100 രൂപയുടെ മദ്യം 1500 രൂപയ്ക്ക് വിൽക്കുന്നു. അതായത് ഉൽപ്പാദന ചെലവിൻ്റെ എത്ര ഇരട്ടിയാണ്. അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും കോടതിയിൽ പോയത് നിൽക്കും, മനസ്സിലായോ? ഉൽപ്പാദന ചെലവിൻ്റെ 10 ഇരട്ടി മേടിക്കും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന്. എന്ത് നീതി, എന്ത് ന്യായം ഉണ്ട് അതിൽ? അത് ആരെങ്കിലും കോടതിയിൽ പോയാൽ മതി. ഞാനിങ്ങനെ എല്ലാത്തിനും കോടതിയിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കോടതിയിൽ പോകും?
പക്ഷേ ഒരു പ്രശ്നമുണ്ട് സാർ. ഇപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കേസെടുക്കുന്ന ഒരു ഹിറ്റ്ലർ നയം അല്ലെങ്കിൽ വലിയ രീതിയിൽ ഭീഷണി അങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരന് അതിന് പേടിയുണ്ടാവും. സാർ ഇത്ര ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ സാറിന് തന്നെ ഒരുപാട് ഭീഷണികളും മറ്റും നേരിടേണ്ടി വന്നിട്ടില്ലേ പലപ്പോഴായിട്ടും? അല്ല, ഈ നാട്ടിൽ ഇങ്ങനെ ജീവിച്ചിരിക്കണ ഭേദം മരണമല്ലേ. എന്തിനെങ്ങനെ നാണം കെട്ടി നാട്ടിൽ ജീവിച്ചിരിക്കണേ? എല്ലാ തരത്തിലുള്ള അനീതിയും അധർമ്മവും പെരുകിയിട്ട് നമ്മുടെ മക്കളുടെ ജീവിത സുരക്ഷയില്ല, അവരുടെ ജോലി സുരക്ഷയില്ല, അവർക്ക് വരുമാനമില്ല, നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നതിലും നല്ലത് മരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവരുടെ മരണമല്ല. ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നേ. ആളുകൾ എന്നോട് പലരും പറയും, ഞാൻ വേണമെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാം, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾ ജീവിത ദുസ്സഹമായതുകൊണ്ട്. ഞാൻ പറയും, വേണ്ട, നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട, നിങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ, അതൊക്കെ മതി. കാരണം മടുത്തു. ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ ഭേദം മരണമാണ്. അത് ഒരു പ്രൊട്ടസ്റ്റോട് കൂടി മരിച്ചാൽ നല്ലതെന്ന് വിചാരിച്ചു തുടങ്ങി ജനം. ഞാൻ വളരെയധികം നിരുത്സാഹപ്പെടുന്നുണ്ട്. ഒത്തിരി ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബ ചെലവ്, അവനവൻ്റെ ചെലവ് എത്ര മുണ്ട് മുറുക്കിയെടുത്താലും ചേർക്കാൻ പറ്റണില്ല. ഇടത്തരക്കാർക്ക് പറ്റണില്ല. ഒരു തൊഴിലാളി എന്നോട് പറഞ്ഞു, ഞാൻ 30 വർഷമായിട്ട് ഇന്ന പാർട്ടിയുടെ ആളാണ്. അയാൾക്ക് യാതൊരു ഗതിയുമില്ല. 30 വർഷമായിട്ട് അയാൾ ചുമട്ട് തൊഴിലാളി. അയാളുടെ മക്കളെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ അയാൾ കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് നല്ലൊരു വീടില്ല. എന്നിട്ടും എൻ്റെ പാർട്ടി, എൻ്റെ ഭരണമെന്ന് പറഞ്ഞ് നിൽക്കുക ഈ മനുഷ്യൻ. അങ്ങനെ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതാണ്. ഇപ്പം ഈ തമിഴ്നാട്ടിലും ഈ ഒരു മുല്ലപ്പെരിയാറിന്റെ കേസ് വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അല്ലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ സർക്കാരുകളും മീഡിയാസും എന്ന് വെച്ചാൽ സർക്കാരിന് തന്നെ ഒരു വലിയ ചാനലുണ്ട്, ഏറ്റവും വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു തമിഴ് ചാനലുണ്ടല്ലോ സർക്കാരിന്. അപ്പം ആ ചാനൽ വഴിയൊക്കെ ഇവർ ഓരോന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വെള്ളം നമ്മുടെയാണ്, ജീവൻ കൊടുത്തിട്ടായാലും നമ്മളത് സംരക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവരെ കർഷകരെയൊക്കെ, വിദ്യാഭ്യാസം ഇല്ലാത്ത കർഷകരെയൊക്കെ ഇളക്കി വിടുന്നുണ്ട്. അതുപോലെ ഇവിടെ സംഭവിക്കുന്നില്ല എന്നതാണ്. ഇവിടെ നല്ല അവരെ കറക്റ്റായിട്ട് ഈ പ്രശ്നത്തെ അനലൈസ് ചെയ്ത ഒരാൾ തമിഴ്നാട്ടിലുണ്ട്, അണ്ണാമലൈ. അടുത്ത BJP ഘടകം പ്രസിഡന്റാണ്. അദ്ദേഹം കറക്റ്റായിട്ട് മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ്. അൺഹോളി നെക്സസ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അൺഹോളി നെക്സസ് ഇൻ ബിറ്റ്വീൻ ദ പൊളിറ്റീഷ്യൻസ് ഓഫ് കേരള ആൻഡ് ദ പൊളിറ്റീഷ്യൻസ് ഓഫ് തമിഴ്നാട്. അന്തർധാര സജീവമാണ്. അവർ തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധമാണെന്ന്. കറക്റ്റാണത്. അത് അണ്ണാമലൈ പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, തമിഴ്നാട്ടിലെ ജനങ്ങളെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇത് തിരിച്ചറിയണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത് അവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒരു വർഷം ഇതിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കും. ഒരു 10,000 കോടിയാണെങ്കിൽ 10,000-ൽ 5,000 കേരളത്തിന് കൊടുക്കും, 5,000 അവിടുത്തെ പാർട്ടിക്കാരെടുക്കും. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന 2 സ്ഥലത്തെ രാഷ്ട്രീയക്കാർക്കും ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. അവർ ബഡ്ജറ്ററി പ്രൊവിഷനുണ്ട്, ഇറിഗേഷൻ മുല്ലപ്പെരിയാർ മെയിൻ്റനൻസ് ഫണ്ടുണ്ട്, ബക്കറ്റ് വിരിവുണ്ട്. പല കോർപ്പറേറ്റ്സുകളും ആ ബക്കറ്റിലേക്ക് പൈസ ഇടുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളി 5 കോടി രൂപ പ്രതിവർഷം ഇടും ഈ ബക്കറ്റിലേക്ക്. അപ്പോൾ അവിടെ തന്നെ അവരുടെ തന്നെ കോർപ്പറേറ്റ് TV സുന്ദരം അയ്യങ്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെത്ര ഇടണ്ട, ഇയാൾ 5 കോടി ഇട്ടാൽ 50 കോടി ഇടുന്നുണ്ടാവും. അതിനുള്ള ഉപകാരങ്ങൾ തമിഴ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കും ഇവർക്ക്. പക്ഷേ ഇത് ഇവരുടെ പിരിവാണ്. എന്നിട്ട് ആദ്യകാലങ്ങളിൽ മൊത്തത്തിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇവർ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം അവർ ദയ തോന്നണതാണ് കൊടുക്കുന്നത്. എന്നാലും നല്ലൊരു എമൗണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം അവർ പഠിച്ചു ഇതൊരു പൊന്മുട്ട ഇടുന്ന താറാവാണ്. കേരളം എന്ന് വെച്ചാൽ അവർക്കെന്താണ്, നിങ്ങൾക്ക് ഇത്ര ഉള്ളൂ എന്ന് പറയും. ഇവർക്ക് ട്രില്യൺസ് ആൻഡ് ഡോളേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി അവർ ബാർഗനിങ് പവർ പോയി ഇവിടെ ഉള്ളവർക്ക്. എന്നാലും തമിഴന്മാർ മര്യാദ ഉള്ളവരായതുകൊണ്ട് ഒരു പങ്ക് എല്ലാ വർഷവും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അവരതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവർക്ക് എത്ര വർഷമായി കിട്ടാൻ തുടങ്ങിയിട്ട്, സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ കിട്ടണതല്ലേ, ഇപ്പോഴും കിട്ടുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല, എനോർമസ്ലി റിച്ചാണ്. ഈ ഒരു വെള്ളത്തിൽ നിന്ന് കിട്ടണ പൈസ മുഴുവൻ വീടുകൾ നഷ്ടപ്പെട്ട് ഒരു സ്ഥലം മുഴുവൻ നാമാവശേഷമായി. അങ്ങനെ ഒരു സ്ഥലത്ത് 6 മാസത്തേക്ക് വൈദ്യുതി ചാർജ് വാങ്ങില്ല എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിസിറ്റി ബോർഡുള്ള നാടാണ് നമ്മുടേത്. കറണ്ട് ഇല്ലാത്ത അടുത്ത് വൈദ്യുതി ചാർജ് മേടിക്കില്ല, അതല്ലേ? 6 മാസത്തേക്ക്.
എന്നെ കൃഷ്ണൻകുട്ടി മന്ത്രി ഒരു പ്രാവശ്യം തിരുവനന്തപുരത്തേക്ക് വിളിച്ച്. അപ്പം ഞങ്ങളുടെ സേവ് കേരള ബ്രിഗേഡിൻ്റെ പ്രസിഡന്റ് ഞാൻ, സെക്രട്ടറി ഒരു അമൃത പ്രീതം, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഒരു ബേബി ജോൺ എന്ന് പറയുന്ന ഇത്രയും പേരാണ് പോയത്. അവിടെ ചെന്ന് ഒരു നാരങ്ങാവെള്ളം തന്ന് കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞില്ല, എന്തോ പറയാൻ വിളിച്ചതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പറയേണ്ടതെന്ന് തോന്നി കാണും, അങ്ങനെ പോന്ന്. പിന്നെ വേറെ ഒരു MLA ഉണ്ടായിരുന്നു, PJ ജോസഫ്. ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ 11 മണി 11:30 ആയപ്പോൾ കിടന്ന സമയത്ത് വിളിച്ച്, നീ ഉടനെ MLA ഹോസ്റ്റലിലേക്ക് വരണം. ഞാൻ ചോദിച്ചു എന്തിന്? അല്ല, മുല്ലപ്പെരിയാർ വിഷയം നീ എന്നെ ഒന്ന് ബ്രീഫ് ചെയ്യണം. എനിക്ക് നാളെ 7 മിനിറ്റ് കിട്ടും, അതിൽ 2 മിനിറ്റ് ഉറപ്പായിട്ടും ഞാൻ മുല്ലപ്പെരിയാർ വിഷയം നിയമസഭയിൽ പറയാൻ പോകണം. അപ്പോൾ നീ എന്നെ നന്നായി പഠിപ്പിക്കണം. ഞാൻ വളരെ സന്തോഷിച്ച്. ഒരാൾ ഞാൻ 140 പേരുടെ അടുത്ത് പോയിട്ട് ആരും സഹായിക്കുന്നില്ല. എല്ലാ MPമാരുടെയും രാജ്യസഭയിലെ MPമാരുടെയും മന്ത്രിമാരുടെ അടുത്തൊന്നും പോയിട്ട് ആരും സഹായിക്കുന്നില്ല. അപ്പോൾ ഒരാളിങ്ങനെ വന്നപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ഉറക്കമൊക്കെ മതിയായി അന്നേരം തന്നെ വണ്ടി എടുത്ത് തിരുവനന്തപുരത്തിന് ചെന്ന്. അവിടെ ചെന്ന് പുള്ളിയെ കണ്ടപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാനില്ല, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അപ്പോൾ നീ പറഞ്ഞു തരണം എന്നും പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കഴിച്ച് പുള്ളിയുടെ പുറകെ നടന്ന് ഇതെല്ലാം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. കാറിൻ്റെ ഡോറ് ഞാനാണ് തുറന്നു കൊടുത്തത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹം 7 മിനിറ്റ് നിയമസഭയിൽ സംസാരിക്കും, അതിൽ 2 മിനിറ്റ് മുല്ലപ്പെരിയാർ വിഷയമാണ് ഇദ്ദേഹം സംസാരിക്കാൻ പോണേ. അതുകൊണ്ട് താങ്കളൊരു കാര്യം ചെയ്യണം, 7 മിനിറ്റിൻ്റെയും വീഡിയോ ക്ലിപ്പ് എടുത്ത് എനിക്ക് അയച്ചു തരണം. അദ്ദേഹം കൃത്യമായിട്ട് 7 മിനിറ്റിൻ്റെയും വീഡിയോ ക്ലിപ്പ് എടുത്ത് എനിക്ക് അയച്ചു തന്നു. മുല്ലപ്പെരിയാർ എന്ന വാക്ക് പോലും ശ്രീ PJ ജോസഫ് നിയമസഭയിൽ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്നെ പാതിരാക്ക് തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ വിളിച്ചു വരുത്തിയത് എന്തിനാണ്? എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എന്തിനാണ് അവിടെ വിളിച്ചു വരുത്തിയത്. എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനാണോ? എനിക്കറിയില്ല. ഇവരുടെയൊക്കെ കുബുദ്ധി ഉണ്ടല്ലോ, അത് നമുക്ക് പിടി കിട്ടൂല. നമുക്ക് സദ്ബുദ്ധി മാത്രമേ ഉള്ളൂ, കുബുദ്ധി പിടി കിട്ടൂല. കുറുക്കൻ്റെ കൗശലമാണ്. അതെനിക്കറിയില്ല. എൻ്റെ അടുത്ത് ശ്രീ PJ ജോസഫ് ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. അത്തരത്തിൽ എത്ര പേര് ചെയ്തു? എൻ്റെ ഒരു അവസ്ഥ നോക്ക്, ഈ വീഡിയോ ക്ലിപ്പും കണ്ട് ഇങ്ങനെ ഇരിക്കണം. എൻ്റെ ഒരു അവസ്ഥ നോക്ക്, രാത്രി പാതിരൊക്കെ കിടന്നുറങ്ങിയ ഞാൻ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ പോയിട്ട് ഇത്രയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ കാറിന് പെട്രോൾ അടിച്ച് അവിടെ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാണ്ട് പോയിട്ട് ഈ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നി പോകും. ഇപ്പൊ സാറിന്റെ ഗുരുവായിരുന്നു കൃഷ്ണ അയ്യർ സാറ്. കൃഷ്ണ അയ്യർ സാറും EMS മന്ത്രിസഭയിലെ ഒരു നിയമമന്ത്രി ആയിരുന്നല്ലോ. അപ്പം ആ സമയത്ത് അവരതിന് ഒപ്പിട്ടില്ല, കൂട്ടുനിന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ EMSന് ഒരു ലെറ്റർ എഴുതി കൊടുക്കുക, ഈ കരാറിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു, എന്നിട്ട് ഡാം നമ്മുടെ സ്ഥലത്തിലേക്കണേ. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ഒന്നെങ്കിൽ ഒരു പുതിയ കരാറുണ്ടാക്കാം, നിങ്ങൾക്ക് വെള്ളം തരാം, ഇത്ര കോടി കിട്ടണം, നിങ്ങൾ തരുന്നത് 40,000 രൂപയാണ് ഇപ്പം, ഒരു 400 കോടി തന്നെ എന്ന് പറയായിരുന്നു. തരുമെന്ന് ചെയ്താൽ അവർക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഈ 40,000 രൂപ നമുക്ക് മുതലാവില്ല, അത് 1885 നിലവാരം അനുസരിച്ച് തന്നേക്കണാണ്, അതിൻ്റെ ഒരു 100 ഇരട്ടി വേണമെന്ന് പറഞ്ഞാൽ കിട്ടിയാന്. അത് പറഞ്ഞില്ലല്ലോ. ഇല്ല, ശരിയായിരുന്നു. അതുപോലെ കേന്ദ്ര ജല കമ്മീഷൻ അയ്യങ്കാരുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. പിന്നെ IIT റൂർക്കി, ബാംഗ്ലൂർ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഇങ്ങനെ ജല കമ്മീഷൻ അടക്കം തള്ളിക്കളയുന്നത് എന്തർത്ഥത്തിലായിരിക്കും? ഒന്നും പഠിക്കാതെ ആയിരിക്കുമോ ഇവരിതെല്ലാം ചെയ്യുന്നത്? അവിടെ എനിക്ക് പറയാനുള്ളത്, പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല. എന്നിട്ട് ഇവരെന്താ ചെയ്യാൻ പോണേ? ഞാൻ കോലഞ്ചേരിയിലെ ഒരു മുതലാളി മരിച്ചു കിടക്കണ ഞാൻ കണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ 1000-ൻ്റെ കെട്ടുകളാണ്. ആ 1000-ൻ്റെ കെട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ മരിച്ചു കിടക്കും. മരിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേ എൻ്റെ സമ്പാദ്യം മുഴുവനും വിട്ടിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് ഷെൽഫിലിരുന്ന നോട്ടൊക്കെ എടുത്തിട്ട് സമാധാനമായിട്ട് അതിൻ്റെ മേലെ മരിച്ചു കിടന്നു. ആലോചിച്ചു.